സീസൺ 3 വരുമ്പോൾ ഹോക്കിൻസിൽ പുതിയൊരു മാൾ വരുന്നുണ്ട്. എല്ലാം നന്നായി പോകുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അപ്സൈഡ് ഡൗണിലുള്ള ഈ മൈൻഡ് ഫ്ലെയർ വില്ലിനെ ചെയ്തതുപോലെ ബില്ലി ഹാർഗ്രവ് എന്ന ആളെ പൊസസ് ചെയ്യുന്നു. അതിനൊപ്പം ഈ പുതിയ മാളിനടിയിൽ റഷ്യൻസ് 11 ക്ലോസ് ചെയ്ത ആ ഗേറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. ഈ മോൺസ്റ്റർ ബില്ലിയെ ഉപയോഗിച്ച് ടൗണിലുള്ള മറ്റു പലരെയും പൊസസ് ചെയ്ത് അവരുടെ ബോഡിയിലുള്ള മാസ് വെച്ച് ഒരു ഫിസിക്കൽ ഫോം എടുക്കാൻ ശ്രമിക്കുന്നു. 11 ഫ്രണ്ട്സും ചേർന്ന് ആ മോൺസ്റ്ററുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഹോപ്പറും ജോയ്സിയും ചേർന്ന് ആ മാളിനടിയിൽ റഷ്യൻസ് ഓപ്പൺ ചെയ്ത ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ അതിലൂടെ ഹോപ്പർ മരിച്ചുവെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അയാൾ റഷ്യയിലേക്ക് ആ ഗേറ്റിൽ കൂടി എത്തിപ്പെടുകയാണ്. അതോടുകൂടി ആ ഫിസിക്കൽ ഫോം സ്വീകരിച്ച മോൺസ്റ്റർ അവിടെ മരിക്കുന്നു. സീസൺ 4 തുടക്കത്തിൽ 11 വിൽ ജോയ്സ് ഒക്കെ കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തതായി കാണിക്കുന്നു. എന്നാൽ ഹോക്കിൻസിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വെക്ന എന്ന ഒരു പുതിയ വില്ലൻ അപ്സൈഡ് ഡൗണിൽ നിന്ന് വന്നിട്ട് ഹോക്കിൻസിലെ മെന്റലി സ്ട്രെസ്ഡ് ആയ ഒരുപാട് പേടികളൊക്കെ ഉള്ള വീക്കായിട്ടുള്ള കുട്ടികളെ ഹണ്ട് ചെയ്യുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ മാക്സ്. വെക്ന ശരിക്കും ഹോക്കിൻസ് ലാബിലെ, അതായത് 11 ഉണ്ടായിരുന്ന അതേ ലാബിലെ ടെസ്റ്റ് സബ്ജക്ട് നമ്പർ 1 ആണെന്നും ലാബിൽ നിന്ന് അപ്സൈഡ് ഡൗണിലേക്ക് ഇയാളെ 11 ആണ് അയക്കുന്നതെന്നും ഹെൻറി ക്രീൽ എന്ന പേരുള്ള അയാൾ എല്ലിനോടുള്ള പ്രതികാരം തീർക്കാനും റിയൽ വേൾഡ് നശിപ്പിക്കാനുമാണ് വന്നിരിക്കുന്നതെന്നും ഇവർ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ സീസണിലെ മൈൻഡ് ഫ്ലെയറുമായിട്ടുള്ള അറ്റാക്കിൽ 11ന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. അവർ പിന്നെയും ഡോക്ടർ ബ്രണ്ണറിൻ്റെ അണ്ടറിൽ പവർ തിരിച്ചു കിട്ടാനായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം റഷ്യയിൽ സ്റ്റക്കായ ഹോപ്പറിനെ ജോയ്സി തിരിച്ചു കൊണ്ടുവരുന്നു. വെക്ന മാത്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മാത്സ് ഒരു നിമിഷത്തേക്ക് മരണപ്പെടുകയും പിന്നെ കോമയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വെക്നയുടെ ലക്ഷ്യം നടക്കുകയും ഹോക്കിൻസ് 4 പിളരുകയും ചെയ്യുന്നു. ഇതാണ് സീസൺ 4ന്റെ അവസാനം നമ്മൾ കാണുന്നത്. വെക്നയുമായിട്ടുള്ള ഫൈനൽ വാറാണ് സീസൺ 5 ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ എക്സ്പ്ലനേഷൻ